നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ. ഈ ബന്ധം പോസിറ്റീവാണോ, വെയിറ്റിംഗ് ചെയ്യണോ എന്നുള്ളൊരു എനർജിയാണ്. നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ഫേസ് ഓർത്തുകൊണ്ട് പേര് 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ എനർജി കണക്റ്റഡ് ആവാനും നിങ്ങൾക്കത് റെസനേറ്റ് ആവാനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ റീഡിങ്സ് കേട്ട് കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ നിങ്ങൾക്കിങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് വന്നതിൻ്റെ കാരണത്താൽ നിങ്ങൾക്കിങ്ങനെ ഒരു ഇൻഫർമേഷൻ കേൾക്കാൻ അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിനതൊരു ഹീലിംഗ് എനർജിക്ക് കാരണമായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നന്ദിയോടുകൂടി ഡിവൈൻ്റെ മുന്നിൽ സമർപ്പിക്കുക. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ, അതല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും അത് രേഖപ്പെടുത്താൻ മറക്കരുത്. കാരണം നമ്മൾക്ക് എന്ത് ലഭിക്കുമ്പോഴും നമ്മൾ തിരിച്ച് അതിനോട് നന്ദി കാണിക്കുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മാത്രമാണ് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പല രീതിയിലും പല രൂപത്തിലും വന്നു ചേരുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ അത് വിട്ടുകളയുക. കൂടാതെ തന്നെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ മൈൻഡ് റീഡ് ചെയ്യുന്നതാണ്. മറ്റൊരാളുടെ മനസ്സ് എന്താണെന്നും അവരുടെ ഉള്ളിലെ തോട്ട്സുകളെയാണ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്ത് തരുന്നതെന്നും മനസ്സിലാക്കുക. അപ്പോൾ അതിനകത്ത് തെറ്റുകൾ പറ്റാനും സാധ്യതയുണ്ട് ജനറൽ റീഡിങ്സ് ആകുമ്പം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ടാണ് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, അല്ലാത്തതിനെ വിട്ടുകളയുക എന്ന് പറയുന്നത്. പിന്നെ വിശ്വാസമില്ലാത്തവർ ഒരിക്കലും ഇതൊന്നും കേൾക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഏത് രീതിയിലാണ് ഈ എനർജീനെ സ്വീകരിക്കുന്നത് ആ രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരും. അതായത് നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യത്തെ അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യത്തെ നമ്മൾ ഏത് മൈൻഡ് സെറ്റോടു കൂടി ആയിരിക്കും അതിനെ കണക്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം വന്നു ചേരുന്നത്. പിന്നെ ഒരുപാട് റീഡിങ്സുകളൊക്കെ കണ്ട് അവിടെ അത് കേട്ടു ഇവിടെ ഇത് കേട്ടു എന്നുള്ള തെറ്റിദ്ധാരണകളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടേക്ക് ടാറോ റീഡിങ്സ് വന്നാൽ നിങ്ങൾക്ക് ആ ഒരു ടൈറ്റിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് കേൾക്കേണ്ടതാണ്, നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ളതാണെങ്കിൽ മാത്രം നിങ്ങളത് കേൾക്കാൻ ശ്രമിക്കുക. ഇന്നലെ ഒരു കമൻറ്റിൽ ഞാൻ കണ്ടതാണ്, ഈ റീഡിങ്സുകൾ ഇങ്ങനെ കേട്ട് എന്തോ ഒരു സരോജിനി എന്നോ അങ്ങനെയാണ്ട് പറഞ്ഞൊരു ലേഡിയിലാണെന്ന് തോന്നുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കാണേണ്ട ഒരു കാര്യമാണ്. ആരും അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഫോണിലേക്ക് വരുമ്പം നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻസ് കേൾക്കണ്ടെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അത് ആ രീതിയിൽ നിങ്ങൾക്കിതിനെ മാറ്റി കളയാവുന്നതാണ് കേട്ടോ. ഒരിക്കലും നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി വരുന്ന ഒന്നും തന്നെ ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിനെ, നമ്മൾക്ക് വേണ്ടതിനെ, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതിനെ, നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്ന കാര്യങ്ങളെ മാത്രം കണക്റ്റ് ചെയ്യുക. അല്ലാത്ത എല്ലാ സിറ്റുവേഷൻസിനെയും നമ്മൾ വിട്ട് കളയുക. കാരണം നമ്മൾ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നമ്മുടെ സോളെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യത്തെ ഓവറായിട്ട് തിങ്കിങ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യവും നിങ്ങൾ കണക്റ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതൊരു മൈൻഡ് റീഡിംഗ് ആണെന്ന് എപ്പോഴും പറയാറുണ്ട്. അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടിയാണ് എന്നും പറയാറുണ്ട്. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നമുക്ക് കർമ്മ ബേസ് ഒക്കെ നമുക്ക് നോക്കിയെടുക്കാം. സ്തംഭനാവസ്ഥ അതായത് ബ്ലോക്കേജുകളെ എല്ലാം നിങ്ങൾക്ക് കണക്റ്റ് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ഫുൾ എനർജിയാണ് കാണുന്നത് കേട്ടോ. അവരെ സംബന്ധിച്ച് അവർക്കൊരു ലൈഫിലൊരു ക്ലാരിറ്റി ഉള്ള വ്യക്തിയൊന്നും അല്ല കേട്ടോ. നിങ്ങളിപ്പോൾ ആരെയാണേലും മനസ്സിൽ വിചാരിച്ച വ്യക്തി എന്ന് പറയുന്നത് ഒരു എടുത്തുചാട്ടമായിരിക്കാം. അതല്ലെങ്കിൽ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ സംസാരിക്കുന്ന വ്യക്തികളാവാം, പെരുമാറുന്ന വ്യക്തികളാവാം. നഷ്ടങ്ങൾക്കൊന്നും വലിയ വാല്യൂ, അതായത് കയ്യിൽ കിട്ടിയത് എത്ര മൂല്യമുള്ളതാണെങ്കിലും അത് നഷ്ടപ്പെട്ടു എന്നൊന്നും ഓർത്ത് അവർക്ക് വലിയ ദുഃഖമൊന്നും തോന്നുന്ന വ്യക്തികളല്ല. മറ്റുള്ളവരോട് ആഴത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് ഒന്നുമുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയല്ല നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ഏത് വ്യക്തിയായാലും, സൗഹൃദ ബന്ധമായാലും സഹോദര ബന്ധമായാലും അച്ഛനമ്മ മക്കൾ ബന്ധമായാലും എന്ത് റിലേഷൻ ആണെങ്കിലും അവരെ സംബന്ധിച്ച് അവരൊരു സെൽഫ്
സെൽഫിഷ് എനർജിയിലൂടെ പോകുന്ന ആളുകളാണ്. അവരുടേതാകുന്ന ചില നേട്ടങ്ങളെയും അവരുടേതാകുന്ന ചില സുഖ സൗകര്യങ്ങളെയും അവർക്ക് എവിടെയാണ് കംഫർട്ട് സോൺ എന്ന് തോന്നുന്നത് അവിടെ അവർ നിൽക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. അതല്ലാതെ അതിനു മുമ്പ് അവർ എത്രത്തോളം സപ്പോർട്ട് ചെയ്തു, എത്രത്തോളം സ്നേഹിച്ചു, എത്രത്തോളം അവർക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ ത്യാഗം ചെയ്തോ, ആ ഒരു നന്ദി എനർജി അവരിലേക്ക് കണക്റ്റഡ് ആവുക എന്നത് വളരെ ഡിഫിക്കൽറ്റി ആയിട്ട് അല്ലെങ്കിൽ വളരെ കുറവായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് ഇവർക്ക്. കാരണം ഏത് ആപത്തിൽ ചെന്ന് ചാടിയാലും അവർ അവിടെ നിന്ന് നൈസായിട്ട് ഊരി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു പേഴ്സൺ ആണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പല കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോയതുകൊണ്ട് ഇവർക്ക് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിനെ എങ്ങനെ മാനേജിങ് ചെയ്യണം, എന്തൊക്കെ സപ്പോർട്ട് ഇവരുടെ കൂടെ ഉണ്ട്, ഇവർക്ക് ഏതൊക്കെ രീതിയിൽ മറ്റുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റുമെന്നൊക്കെ നല്ല രീതിയിൽ ഒരു അറിവുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. ജീവിതത്തിൽ എപ്പോഴും ജീവിതത്തെ അവർ വളരെയധികം ഒരു ആശ്ചര്യത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സണ്. അതായത് പുതിയ തുടക്കങ്ങളിലേക്ക് ഇങ്ങനെ കാലുകൾ എടുത്തു വയ്ക്കുക. ഒരു വ്യക്തി ഇപ്പം ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു ബന്ധത്തിൽ നിൽക്കെ തന്നെ മറ്റൊരു ബന്ധത്തെ കണക്ട് ചെയ്യുക, ആ ബന്ധത്തിൽ നിർത്തിക്കൊണ്ട് ചിലപ്പോൾ ഈ ഒരു ബന്ധത്തെ ഉപേക്ഷിച്ച് അടുത്തൊരു ബന്ധത്തിലേക്ക് പോകുക, അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു എനർജി കണക്ഷൻസ് ഈ ഒരു വ്യക്തിയിലുണ്ട്. അത് കരിയറിലായിക്കോട്ടെ, ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളായിക്കോട്ടെ, വ്യക്തി ബന്ധങ്ങളിലായിക്കോട്ടെ, എപ്പോഴും ഇങ്ങനെ മാറി പോകാൻ സാധിക്കുന്ന, അതായത് ഒരു സിറ്റുവേഷൻസിൽ തന്നെ പൂർണ്ണമായിട്ടും കണക്ട് ചെയ്ത് നിൽക്കുക എന്നത് അസാധ്യമാകുന്ന ഒരു പേഴ്സണാലിറ്റി എനർജി ഉള്ള വ്യക്തി കൂടിയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം നമുക്കൊരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി, എപ്പോഴും രണ്ട് സാഹചര്യങ്ങളുണ്ടാവും. ഒരു രീതിയിലും ഒരൊറ്റ സിറ്റുവേഷൻസിൽ അവർ നിൽക്കുന്ന വ്യക്തികളല്ല. അവരുടെ ജീവിതത്തിൽ എപ്പോഴും രണ്ട് സിറ്റുവേഷൻസുകളുണ്ടാവും. കൺഫ്യൂഷൻ എനർജി ആക്കി കളയുന്ന സിറ്റുവേഷൻസുകളാണ് കൂടുതലും കാണുന്നത്. ബാലൻസിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എപ്പോഴും ഒരു ചെറിയ മോശം സമയത്തിലൂടെ തന്നെ ആയിരിക്കും ഒരു വ്യക്തി കടന്നു പോകുന്നത്. എപ്പോഴും നല്ലൊരു സമയവും ഏറ്റവും ചീത്ത സമയമില്ല, ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് സമയം, ഒരു ഡൗൺ ടൈമിംഗ് ഉണ്ട്, ഒരു ലിറ്റിൽ ഡൗൺ ടൈം എന്നൊക്കെ പറയാം. നമുക്ക് വളരെ ചെറിയ രീതിയിലൊക്കെ ഉള്ളൊരു മോശം സമയങ്ങളായിരിക്കും ഇവരിൽ എപ്പോഴും കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഇവരെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ വാക്കുകളൊക്കെ കേൾക്കും, മറ്റുള്ളവർ വളരെ ശക്തമായിട്ട് ശ്രവിച്ച് നിൽക്കും, അവർ പറയുന്നതെല്ലാം മനസ്സിലാക്കും. പക്ഷേ തീരുമാനങ്ങളൊക്കെ ഇവർ സ്വന്തമായിട്ട് എടുക്കത്തുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കറൻറ്റ്ലി നമുക്ക് ഇവരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഇവരൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ മറ്റാരോടൊക്കെയോ അവരുടെ ലൈഫിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ച് അവർ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. ആരിൽ നിന്നൊക്കെയോ അവരൊരു ഗൈഡൻസ് തേടി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് പേരൻസുമായിട്ടായിരിക്കാം അവർക്ക് നല്ലൊരു അഭേദ്യമാകുന്നൊരു ബന്ധം കാണിക്കുന്നത്. പക്ഷേ അതൊരു ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും അതവർക്ക് ബ്ലോക്കിംഗ് എനർജിയാണ് കാണുന്നത് കേട്ടോ. സാമ്പത്തികപരമായിട്ടും മുന്നോട്ടേക്കുള്ള യാത്രയിലും നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് നേടുക എന്നതും ബുദ്ധിമുട്ടാണ്. ഫ്യൂച്ചറിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാർ എനർജിയിൽ എത്തുക എന്നതും ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷേ ഇവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളുടെ ഗൈഡൻസ് തന്നെ ആയിരിക്കാം. ഇവരത് കേൾക്കുന്നുണ്ടെങ്കിലും ആ ഒരു പാത ഇവർ കണക്ട് ചെയ്യുന്നില്ലെങ്കിലും ഇവരുടെ എനർജിയെ ബേസ് ചെയ്ത് ആ ഒരു കണക്ഷൻ നിൽക്കുന്നത് തന്നെയാവാം ഇവർക്ക് ബ്ലോക്കേജുകൾക്കുള്ള ഏറ്റവും വലിയ കാര്യം എന്നാണ് കാണുന്നത്. ജസ്റ്റിസ് എനർജിയിലാണ് അവർ നിൽക്കുന്നത് കേട്ടോ. അവർ സാമ്പത്തികപരമായിട്ടോ കരിയർ പരമായിട്ടോ ഉള്ള ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും അവരൊരു കർമ്മ നേരിടുന്നുണ്ട് കറൻറ്റ്ലി. അതായത് പല കാര്യങ്ങളും അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടെങ്കിലും ആ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അവർക്കൊരു പോസിറ്റീവായിട്ടല്ല നിൽക്കുന്നതായിട്ട് കാണുന്നത്. അവിടെയൊക്കെ ഒരു ബ്ലോക്കേജ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. അതായത് വളരെ പ്രഷ്യസ്നെസ് ഫീൽ ചെയ്താൽ പോലും ഒരു ഡിവൈൻ സപ്പോർട്ടാണ്, ഡിവൈൻ്റെ അനുഗ്രഹമാണ് എന്ന് തോന്നിയാലും നിങ്ങളിൽ ഈ ഒരു വ്യക്തിയിൽ ചിലരൊക്കെ ജോലി ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരവിടെ ഒരു കർമ്മയിലേക്കാണ് കടന്നു പോകുന്നത് കേട്ടോ. അവരൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ട്രഗിളിങ്ങിലേക്കാണ് കടന്നു പോകുന്നത്. ഒരു പക്ഷേ അവർക്കൊരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഉടനെ നിങ്ങളുടെ വ്യക്തിക്ക് ശക്തമാകുന്നൊരു വീഴ്ച സംഭവിക്കുമെന്നാണ് കാണുന്നത്. അത് മറ്റു വ്യക്തികളെ ഒരു വ്യക്തി ഈ വ്യക്തിയോട് ചേർന്ന് തന്നെ മറ്റൊരു എനർജിയും കൂടി ഉണ്ട് എന്ന് കാണുന്നുണ്ട് ഇവരുടെ ഈ ഒരു വീഴ്ചയിൽ.
ഇവരോടൊപ്പം ഒരു തകർച്ച സംഭവിക്കുന്ന മറ്റൊരു എനർജിയുടെ പ്രസൻസ് കൂടി കറൻറ്റിലി ഉണ്ട്. ഒരു തേർഡ് പാർട്ടി പ്രസൻസും ആവാം കേട്ടോ. അവർ വളരെ പ്രഷ്യസ് ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റീസിനെ ഫോളോ ചെയ്തതിൻ്റെ ഫലമായിട്ട്, ഫോക്കസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അവർക്കൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും കൺട്രോളിങ് വിൽ പവർ എനർജി, ഈഗോ എനർജിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഉള്ളൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി. അതായത് തന്നിഷ്ടം എന്നൊക്കെ നമുക്ക് പറയാം, തന്നിഷ്ടക്കാരൻ, തന്നിഷ്ടക്കാരി എന്നൊക്കെ പറയാൻ പറ്റും. കാരണം അവരുടെ ശരികൾക്കപ്പുറത്തേക്ക് നഷ്ടം വന്നാലും അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല, അല്ലെങ്കിൽ അവരുടെ തെറ്റ് അവർ സമ്മതിച്ച് തരിക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് അവർക്ക് എത്ര വലിയ തകർച്ച വന്നാലും വീഴ്ച വന്നാലും ലോസ് ഉണ്ടായാലും അവരുടെ ആ ഒരു തീരുമാനങ്ങൾ, അവർക്ക് ശരിയെന്ന് തോന്നുന്ന സിറ്റുവേഷൻസ് തെറ്റാണെങ്കിൽ പോലും അംഗീകരിക്കാതെ അതിനെ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിൽ പവർ എനർജി ഉള്ള പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ കറൻറ്റിലി അവരുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ നോക്കിയതുപോലെ തന്നെ പല കാര്യങ്ങൾ അവർക്ക് കണക്ട് ചെയ്ത് വന്നെങ്കിലും അവർക്കൊരു ശക്തമായ വീഴ്ച ഒരു പക്ഷേ സംഭവിച്ചിട്ടുണ്ടാവാം. നല്ലൊരു തകർച്ചയിലായിരിക്കാം, നിരാശയിലായിരിക്കാം, ഒരു ട്രാജഡി എനർജിയിലായിരിക്കും അവരിപ്പോൾ കറൻറ്റിലി കടന്നു പോകുന്നത്. അതല്ലെങ്കിൽ ഉടനെ അവരുടെ ലൈഫിൽ, അതായത് അടുത്ത സമയങ്ങൾക്കുള്ളിൽ അത് സംഭവിക്കുന്ന ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. ഒരു കർമ്മയാണ് അത്, അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയാവാം, മുൻകാല കർമ്മയാവാം. അപ്പം അതിന് കാരണമെന്ന് പറയുന്നത് 7 ഓഫ് കപ്സ് ആണ്. ഒരു ചോയ്സ് എനർജിയാണ്. അവരിലേക്ക് വന്നു നിന്ന ഒരുപാട് ചോയ്സിൽ അവർ സെലക്ട് ചെയ്തത് അവർക്ക് ഒരിക്കലും പോസിറ്റീവ് അല്ല, തെറ്റായ തീരുമാനങ്ങളാണ് അവരെടുത്തത്. ആ ഒരു തെറ്റായ തീരുമാനങ്ങൾ അവർക്ക് ഒരുപാട് നഷ്ടം, വീഴ്ച സംഭവിപ്പിച്ചു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ലൈഫിൽ ഒരുപാട് തകർച്ച സംഭവിച്ചിട്ടുണ്ട്. അത് ഫിനാൻഷ്യൽ അബണ്ടൻസിന്, അതല്ലെങ്കിൽ ഒരു ലക്ഷറി ലൈഫ് എനർജിയെ ബേസ് ചെയ്ത് തന്നെയാണ് കേട്ടോ. സാമ്പത്തിക ഫിനാൻഷ്യൽ ഫ്രീഡമാണ് ഇവർക്ക് ശക്തമായിട്ടും അവർക്ക് ഇതായി പോകാൻ പോകുന്നത്, നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ലോസിലേക്ക് കണക്റ്റഡ് ആകുന്നതെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ എയ്റ്റ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് നോക്കുമ്പം ബന്ധനമാണ്, ഒന്നും പുറത്തു പറയാൻ പറ്റില്ല. അതായത് അവർ ചെയ്ത പ്രവൃത്തികളെ ബേസ് ചെയ്താണ് അവരിത് അനുഭവിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അവരുടെ ഈഗോ, തന്നിഷ്ടം, അവർക്ക് ഞാനെന്ന പാവം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചില ഇടങ്ങളിൽ കാണിച്ച ഒരു നേരിട്ട ചില സിറ്റുവേഷൻസുകൾ, അവരുടെ ഓവർ കോൺഫിഡൻസ്, ഇതൊക്കെ തന്നെയാണ് അവരുടെ ലൈഫിനെ ഈ ഒരു ബന്ധനത്തിലേക്ക്, ഒരു വീഴ്ചയിലേക്ക് എത്തിച്ചതെന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. എഫോർട്ട് എടുക്കാതെ വളരെ സിമ്പിളായിട്ട്, അതായത് കൈ നനയാതെ മീൻ പിടിക്കുക എന്ന ഒരു എനർജിയിലൂടെ അവർ പോയതിൻ്റെ ഫലമായിട്ടും പുതിയ പുതിയ ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിലേക്ക് കണക്റ്റഡ് ആയത്, അതായത് പോസിറ്റീവാണ്, അബണ്ടൻസ് ആണെന്ന് ചിന്തിച്ച് പുതിയ പുതിയ ബന്ധങ്ങളാവാം, പുതിയ പുതിയ പല കാര്യങ്ങളിലേക്കും ഇവർ എടുത്തു ചാടി പോയതിൻ്റെ ഫലമായിട്ടും ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ബന്ധനമാണ് ഉണ്ടായിരിക്കുന്നത്. അവർ കുറ്റബോധം അനുഭവിക്കേണ്ടി വരും, ഒറ്റപ്പെടേണ്ടി വരും, അവർക്ക് ഒരുപാട് ലോസ്, അതിൽ നിന്ന് തിരിച്ച് കയറി വരിക എന്നത് ഒരു അസാധ്യമായ കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അതല്ല എങ്കിൽ അവർ അതുപോലെ പ്രയത്നിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ച് ഇമോഷണൽ അഡിക്ഷൻ, അതായത് ഇഷ്ടങ്ങളുടെ പിന്നാലെ ഓടുന്ന ഒരു പേഴ്സണായിട്ട് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. അതായത് വ്യക്തി ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കാതെ ഒരു ബന്ധത്തിൽ നിന്ന് അടുത്ത ബന്ധത്തിലേക്കൊക്കെ ഇവർക്ക് വെറും നിസ്സാരമായിട്ട് കടന്നു പോകുന്ന ഒരു ക്യാരക്ടർ എനർജി ഉണ്ട്. ഇവരുടെ ഒരു സൺറൈസിങ്, ഇവരൊരു സക്സസ് പ്രതീക്ഷിച്ചെടുത്ത് നിന്നും ഇവർക്ക് മോശമാകുന്ന ഒരു സ്ഥലത്തെയാണ് ഇവർ ഫോക്കസ് ചെയ്തത്. അതായത് ശരിക്കും ഡിവൈൻ്റെ ഒരു പരീക്ഷണം, ഡിവൈൻ ഇവരെ ശരിക്കും ഒന്ന് പരീക്ഷിച്ചിട്ടുണ്ട്. ഡിവൈൻ്റെ സപ്പോർട്ട് ഇവർക്ക് ഉള്ള വ്യക്തികളായിട്ട് പോലും ഇവരുടെ ഓവറായിട്ടുള്ള കോൺഫിഡൻസ്, ഇവരുടെ ആ ഒരു സെൽഫിഷ് എനർജിയൊക്കെ കാരണം ഡിവൈൻ ഇവരെ ശരിക്കും ഒന്ന് പരീക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. സക്സസ് എന്ന് പ്രതീക്ഷിച്ച്, സൺറൈസ് എന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങളിലാണ് അവർക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇപ്പം കിട്ടിയിരിക്കുന്നത്. വിശ്വസ്തത പുലർത്താത്തതിൻ്റെ, അല്ലെങ്കിൽ അവർ വിശ്വാസക്കേട് കാണിച്ചതിൻ്റെ ഫലം അവർ നേരിടുന്നതായിട്ടാണ് കാണുന്നത്. വലിയൊരു വിജയം അവർക്കൊരു നല്ല പരാജയമായ സ്ഥിതിയിലാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. 10 ഓഫ് പെന്റിക്കിൾസ് വന്നിട്ടുണ്ട്.
ഫാമിലി ബേസിൽ, അതായത് പേരൻസിനെ മറ്റുമൊക്കെ ചിന്തിക്കുമ്പോൾ അവർക്ക് ഒരുപാട് നിരാശ തോന്നുന്നുണ്ട്. കുടുംബപരമാകുന്ന ഒരു പക്ഷേ നെയിമിനും ഫെയിമിനൊക്കെ ഒരു ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ടാകാം ഈ ഒരു വ്യക്തിയിൽ. മറ്റുള്ളവരെല്ലാവരും പരിഹസിക്കുന്ന ഒരു എനർജിയിലൂടെ ആയിരിക്കാം കറൻറ്റ്ലി കടന്നു പോകുന്നത്. എല്ലായിടത്തും ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കുടുംബ ബന്ധങ്ങളിൽ പോലും ഇവർക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് പേരൻസിൽ നിന്നാണേലും മറ്റ് സഹോദര ബന്ധങ്ങളിൽ നിന്നാണേലും ബ്ലഡ് റിലേഷനിൽ നിന്നൊക്കെ ആണെങ്കിലും ഇവർക്ക് വളരെ ശക്തമാകുന്ന ഫൈറ്റിംഗ് നടത്തേണ്ടി വരുന്നുണ്ട്. അവിടെയെല്ലാം ഇവർക്ക് ഒരു അകന്ന് നിൽക്കേണ്ടി വരുന്ന, ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഇവരുമായിട്ട് ചേർന്ന് നിന്നിരുന്നെങ്കിൽ ഇവർക്ക് ലഭിക്കുന്ന പോസിറ്റിവിറ്റിയും ഇവർക്ക് വലിയ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ശരിക്കും നൈറ്റ് തോട്ട്സ് ആണ്, നൈറ്റ് ഉറക്കമില്ല കേട്ടോ, ഭയങ്കര ഒരു സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നുണ്ട്. ഒരു ആൻസൈറ്റിയും ഡിപ്രഷനൊക്കെയാണ് പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചുള്ള ഒരു, അതായത് തെറ്റുകൾ പറ്റിപ്പോയതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉള്ള ആ ഒരു വൈകാരികമാകുന്ന ഫീലിങ്സ്, അതുപോലെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഉത്കണ്ഠ, ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഒരു സ്ട്രഗിൾ എനർജിയിലൂടെയാണ്, ഒരു ട്രോമ എനർജിയിലൂടെ, ട്രാജഡി എനർജിയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹെർമിറ്റാണ് കേട്ടോ. നല്ല തിരിച്ചറിവിലേക്ക് എത്തേണ്ട സമയമായി, കുറച്ചൊന്ന് ദൈവികമാകുന്ന ആത്മീയമാകുന്ന എനർജിയിലേക്ക് ഇവർ ഫോക്കസ് ചെയ്യേണ്ട സമയമായി. ഇവർ ഫോക്കസ് ചെയ്യേണ്ടി വരും. ശരിക്കും ഈശ്വരാധീനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിലും ഇവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് നെഗറ്റീവ് ആകുമ്പം ഒരു സമയപരിധി കഴിയുമ്പം ദൈവികമാകുന്ന ആ ഒരു സപ്പോർട്ടൂടെ അവസാനിക്കും. അതനുസരിച്ച് ഇവർ ഒറ്റപ്പെടാനും ഇവരുടെ മുന്നോട്ടേക്കുള്ള മാർഗങ്ങളെല്ലാം അടഞ്ഞു പോകാനും കാരണമാകും. തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് ഇവർ തിരിഞ്ഞു നോക്കേണ്ടി വരും, പാസ്റ്റിലേക്ക് തിരിച്ച് ചിന്തിക്കേണ്ടി വരുന്ന എനർജിയാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും പാസ്റ്റിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. മുന്നോട്ടേക്ക് അവർക്ക് ഒന്നും തന്നെ ഇല്ല. ശൂന്യതയാണ് ഈ ഒരു വ്യക്തിയുടെ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും മൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല, ഒരു സ്തംഭന അവസ്ഥയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇവരൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് മാറേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. കുറച്ച് ഇൻഡ്യൂഷനും കുറച്ച് ഇമോഷണൽ ബാലൻസും അതുപോലെ തന്നെ അബണ്ടൻസിനെയൊക്കെ ഇവർ മാനിഫെസ്റ്റിംഗ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസുകളൊക്കെയാണ് ഇവരുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. വിദേശവാസ യോഗം അല്ലെങ്കിൽ വിദേശത്തേക്കുള്ള എനർജികളിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ശരിക്കും പ്രാർത്ഥനയ്ക്കും മാനിഫെസ്റ്റേഷൻസിനൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതൊക്കെ ചെയ്തില്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് തിക്ത അനുഭവങ്ങൾ അവർ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നൈറ്റോ സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവർ പാസ്റ്റിലേക്ക് തിരിച്ചു വരും. അവർ മാനിഫെസ്റ്റേഷൻ എനർജി, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അവർക്ക് ലഭിക്കണമെങ്കിൽ അവർ പാസ്റ്റിലെ പല കാര്യങ്ങളെയും ക്ലാരിറ്റി വരുത്തണം, ക്ലിയർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇവരെ കണക്ട് ചെയ്തുള്ള വ്യക്തികളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം ഇവരെ സംബന്ധിച്ച് പാസ്റ്റിലെ എനർജീനെയും കൂടി ഹോൾഡ് ചെയ്യേണ്ടി വരുന്നു മുന്നോട്ടേക്ക് പോകാനായിട്ടെന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും തിരിച്ചറിവോടുകൂടി അവർക്ക് എത്ര ഓപ്പർച്യൂണിറ്റീസ്, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ട കാര്യത്തെ അവരെ ഹോൾഡ് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത്. ഒരു തിരിച്ചു വരവിൻ്റെ എനർജി വളരെ ശക്തമായിട്ട് അവരിൽ കാണുന്നുണ്ട്. അതിനവർ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആവാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ബന്ധം പോസിറ്റീവാണോ, ഇതിനുവേണ്ടി വെയിറ്റിംഗ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം പോസിറ്റീവാണ്. കാരണം ഇതൊരു ഡിവൈൻ എനർജി ഉള്ള, ഒരു സോൾ കണക്ഷൻസ് ഉള്ള ബന്ധമാണ്. നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾക്ക് ഒരു റിലേഷനെ ബേസ് ചെയ്ത് സാധ്യമാകുന്നതാണ്. നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആകുമെന്ന് തന്നെയാണ് കാണുന്നത്. ഒരു റൊമാൻസും മറ്റു കാര്യങ്ങളും എല്ലാം, സ്നേഹവും സപ്പോർട്ടും കെയറിങ്ങും എല്ലാം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഉണ്ട്. ഒരു തിരുത്തലിൻ്റെ എനർജി കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു വ്യക്തിയിൽ. തീർച്ചയായിട്ടും ഒരു തിരുത്തപ്പെടുക അല്ലെങ്കിൽ തിരുത്തുക എന്നുള്ളൊരു എനർജി നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ, നിങ്ങളുടെ ബന്ധത്തിൽ ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പക്ഷേ പുറമേ നിന്നുള്ള ആരുടെയെങ്കിലും ഒരു എനർജി ആവാം, അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ചെയ്തു പോയ ചില പ്രവൃത്തികളെ ബേസ് ചെയ്ത് നേരിടേണ്ടി വന്ന ഒരു എനർജി ആവാം. ഒരു എന്താ പറയുക, ഒരു മോശം ഒരു എനർജി ഉണ്ടായിരുന്നു, ഒരു പവർ ലൂസിങ് വരാനും ഇരയാക്കപ്പെടാനും, അതുപോലെ തന്നെ ഇതിനകത്തൊരു അഡിക്ഷൻ മാത്രം ഫീൽ ചെയ്യിക്കുന്ന, ചില ഫിസിക്കലി ആവാം, ഇമോഷണലി ആവാം, അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യലി ആവാം, ഒരു അഡിക്ഷൻ്റെ ബേസിലാണ് ഈ ഒരു ബന്ധം കണക്റ്റ് ചെയ്തത്. അതിൻ്റെ കുറ്റബോധം അവരിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായി
ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് എനർജിയും ഉണ്ട്. കാരണം നിങ്ങളുടെ ഇമോഷൻസിനെ റിജക്റ്റ് ചെയ്തത്, നിങ്ങളോട് കാണിച്ച നെഗറ്റീവ് ആകുന്ന ഓരോ വശങ്ങളും അവരെ സംബന്ധിച്ച് അവരുടെ ഉറക്കം കെടുത്തുന്ന ഒരവസ്ഥയിലാണ്. കൺഫ്യൂസ്ഡ് ആണ്, അവർക്ക് ഇംബാലൻസ് എനർജിയിലാണ് പോകുന്നത്. അവരുടെ തോട്ട്സുകൾ, അവരുടെ ചിന്തകളിൽ അവർക്ക് കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ചെയ്തത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു കുറ്റബോധം അവരെ ശരിക്കും പിടിച്ചുലയ്ക്കുന്നുണ്ട്. നിങ്ങളോട് ചെയ്ത, നിങ്ങളുടെ ഇമോഷൻസിനെ റിജക്റ്റ് ചെയ്തത്, നിങ്ങളെ അപമാനിച്ച എനർജിയിലേക്ക് മാറ്റിയതെല്ലാം ഇപ്പോൾ ഒരു നെഗറ്റീവ് തോട്ട്സായിട്ടാണ് അവരിൽ നിൽക്കുന്നത്. കുറ്റബോധമാണ്. തീർച്ചയായിട്ടും തിരിച്ചു വരണം, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകണം. ഒരു പക്ഷേ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളോട് തെറ്റ് ഏറ്റു പറയണം എന്നുള്ളൊരു എനർജി ഇതിനകത്ത് സ്ട്രോങ് ആണ്. ബെർഡൻ ഉണ്ട് കേട്ടോ. അതായത് ഇവർക്ക് കുറച്ച് ഈഗോ എനർജി ഉണ്ട്. പിന്നെ ഇമോഷണലി ഇവരൊരു ബൗണ്ടറി ഇട്ടാണ് നിൽക്കുന്നത്. നിങ്ങളിലേക്ക് വരിക എന്നതിന് അവർക്ക് തടസ്സമൊന്നുമില്ലെങ്കിലും അവരൊരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്നുണ്ട്. ടെമ്പറൻസ് എനർജി വന്നിട്ടുണ്ട്. ബാലൻസിലാവും, കാര്യങ്ങളെ ബാലൻസ് ചെയ്യും. അതായത് നെഗറ്റീവിനെ പോസിറ്റീവിനെ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു എനർജിയിലേക്ക് വരുമെന്നാണ് കാണുന്നത്. അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നമുക്കിതിൽ നോക്കുമ്പം തീർച്ചയായിട്ടും ജൂലൈ മാസത്തിൻ്റെ എനർജി ഉണ്ട്. അതുപോലെ തന്നെ ജനുവരി മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. ഡിസംബർ മാസത്തിൻ്റെ എനർജി നമുക്കിവിടെ കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത്രയും എനർജികൾ കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക കേട്ടോ.